ഇവിടെ അടുത്തുള്ളൊരു ഇന്ത്യൻ കടയിൽ പോയി. അപ്പോൾ അവിടെ നിറയെ ബേക്കറി ഐറ്റംസ് ഇരിക്കണം കണ്ടു. അത് കണ്ട് കൊതിയായപ്പോൾ ഞാൻ 2-3 അവിടെ നിന്ന് വാങ്ങി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇവിടുത്തെ ആളും അതേപോലെ വാങ്ങി വന്നിരിക്കുന്ന സ്വീറ്റ്സ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ വൈറലായ മസ്ക ബണ്ണാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ആ ബണ്ണൊക്കെ നല്ല സോഫ്റ്റും അത്യാവശ്യം നല്ല ഫില്ലിങ്ങും ഉണ്ടായിട്ടുണ്ടായിരുന്നു. മസ്ക ബണ്ണും ഇറാനി ചായയും അല്ലേ കോമ്പിനേഷൻ. അപ്പം ഞാൻ ഇറാനി ചായയും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് ചായയിൽ മുക്കി കഴിക്കണേക്കാളും ഇഷ്ടമായത് തന്നെ കഴിക്കാനാണ്. ഇത് ഉസ്മാനിയ ബിസ്ക്കറ്റ്. ഇത് ആന്ധ്രയിലും ഹൈദരാബാദും ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. എനിക്കിത് ചായയിൽ മുക്കി കഴിക്കാനാണ് ഇഷ്ടമായത്. തന്നെ കഴിക്കുമ്പോൾ എനിക്കൊരു സാധാ ബിസ്ക്കറ്റ് കഴിക്കാൻ ഒരു ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ ഇത് നല്ല ഫ്രഷ് ആയിരുന്നു. ഇങ്ങനെ നമ്മൾ പൊട്ടിക്കുമ്പോഴേക്കും നല്ല ഇതായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സ്പോഞ്ച് കേക്ക് ഇല്ലേ, അതാണ്. ഇതിൻ്റെ ഉള്ളിൽ കാഷ്യൂം ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു സംഭവം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കേക്കാണ്. ഇതിന് ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 450 രൂപ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് അമേരിക്കൻ സ്വീറ്റ്സ് കാണാവേ. ഇത് ബ്ലൂബെറി മഫിൻ ആണ്. ഉള്ളിൽ ബ്ലൂബെറി ഒക്കെ നിറച്ചിട്ട് ഇത് നമുക്ക് മട്ട് പിടിപ്പിക്കണ മധുരമൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ പേര് മലാസാഡ എന്നാണ്. ഇത് പണ്ട് കാലത്ത് പോർച്ചുഗീസുകാർ ഹവായിൽ വന്ന് സെറ്റിലായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഡെസേർട്ടാണ്. പിന്നെ അത് അങ്ങനെ അമേരിക്കയിൽ ഫേമസ് ആയി. ഇത് നമ്മുടെ ഡോണറ്റിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ഉള്ളിൽ ഫില്ലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ മേടിച്ചത് കസ്റ്റർഡും പൈനാപ്പിളും റാസ്ബെറി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. അത് നല്ല ഫ്ലഫി ആയിട്ടും പുറത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളതാണ്. എനിക്ക് കൂടുതൽ പൈനാപ്പിളാണ് ഇഷ്ടമായത്. ഇത് ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് ചോക്ലേറ്റ് മഫിൻ. ഇതിൻ്റെ ഉള്ളിലും പുറത്തും എല്ലായിടത്തും ചോക്ലേറ്റാണ്. പിന്നെ ഇടയ്ക്ക് ചോക്ലേറ്റ് ചിപ്സൊക്കെ കിട്ടും കടിക്കാൻ. നൈസാണ്.